നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് UDF-ലേക്ക് പോകാനുള്ള അവസരം ഇല്ലാതാക്കിയെന്ന് ആരോപിച്ച് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനുമെതിരെ വിമർശനം ഉന്നയിക്കാനാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം. LDF വോട്ടുകൾ ലഭിച്ചില്ല എന്നുള്ള വിലയിരുത്തലും പാർട്ടിക്കുള്ളിലുണ്ട്. സംസ്ഥാന പാർട്ടി എന്ന പദവി നഷ്ടമാവുന്നതും യോഗത്തിൽ ചർച്ച ചെയ്യും. അഖിൽ കെ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അഖിലി, കേരള കോൺഗ്രസ് എം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി നിയമസഭയിൽ ഒരു അംഗം പോലുമില്ല. മത്സരിച്ച് എല്ലാവരും പരാജയപ്പെടുന്നു. റോഷി അഗസ്റ്റിനും പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി സ്വന്തം കുത്തക മണ്ഡലമായിട്ട് അവർ കരുതുന്ന പാലായിൽ തന്നെ പരാജയപ്പെടുന്നപ്പോൾ കടുത്ത വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ തന്നെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ എന്തൊക്കെ സംഭവിക്കാനാണ് സാധ്യത? ഷിയാസ, ഈ കടുത്ത വിമർശനം പാർട്ടിക്കുള്ളിൽ ഈ തോൽവിക്ക് പിന്നാലെ തന്നെ പുകഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ ഈ പരസ്യ പ്രതികരണങ്ങളിലേക്ക് കാര്യമായി ആരും വന്നിരുന്നില്ല. എന്നാൽ ഇന്നത്തെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കടുത്ത വിമർശനം തന്നെ ഉന്നയിക്കാനാണ് പല നേതാക്കളുടെയും തീരുമാനമെന്ന് പറയുന്നത്. അതിൽ പ്രധാനമായും ചിലരൊക്കെ വിലയിരുത്തുന്നത് UDF-ലേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ആ അവസരം കൃത്യമായി വിനിയോഗിക്കാത്തതാണ് വലിയ തിരിച്ചടിക്ക് കാരണമായതെന്നുള്ളതാണ്. UDF-ലേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഈ വലിയൊരു വിജയത്തിന്റെ ഭാഗമാവാൻ കഴിയുമായിരുന്നു. അതിന് പ്രധാനമായും തടസ്സം നിന്നിരുന്നത് റോഷി അഗസ്റ്റിനും ഒപ്പം തന്നെ പ്രമോദ് നാരായണനുമാണ്. ഈ രണ്ടുപേർക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ ചില നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ശക്തമായ വിമർശനം തന്നെ ഉന്നയിക്കാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ LDF-ന്റെ വോട്ടുകൾ കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നൊരു ആരോപണം പല MLA-മാർക്കും, അതായത് MLA നിന്നിരുന്ന വിത്തോറ്റ ആളുകൾക്ക് പലർക്കുമുണ്ട്. അതിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ ജോ മൈക്കിൾ അടക്കമുള്ള ആളുകൾ ഇത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നതാണ് എന്നുള്ളതാണ്. അതായത് ജോ മൈക്കിൾ അടക്കം പറഞ്ഞിരുന്നത് തനിക്ക് LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും വിചാരിച്ചത്ര വോട്ടുകൾ ലഭിച്ചില്ല. LDF-ന്റെ വോട്ടുകൾ പോയി. ചില ആളുകൾക്കെതിരായിട്ടുള്ള ഒരു വിരോധമാണ്. അതായത് ഒരു കൃത്യമായി പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയെ പറയാതെ പറഞ്ഞു വെച്ചു പോയതാണ്. എല്ലാവർക്കും ഉള്ളതല്ല, ചില ആളുകൾക്കെതിരായിട്ടുള്ള ഒരു എതിർപ്പാണ് എന്ന കാര്യമാണ് അവർ പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ അത്തരത്തിൽ പരസ്യമായ പ്രതികരണം നടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കടുത്ത വിമർശനം തന്നെ, എന്തായാലും വലിയ പൊട്ടിത്തെറികൾ തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 12-12 തോറ്റ സംഭൂജരായി കേരള കോൺഗ്രസ് എമ്മിലാണ്. പക്ഷേ അതേസമയം ഇവരുടെ മുഖ്യ എതിരാളികളായി ഇവർ കണക്കാക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെയാണ്. അവർ 8-7 നേടി UDF-ൽ തന്നെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. അതാണ് അവർ ഒരുപക്ഷെ ഈ തോൽവിക്കേക്കാൾ കൂടുതലായി ഒരുപക്ഷെ ബുദ്ധിമുട്ടാക്കുക എന്ന് പറഞ്ഞ് ജോസഫ് വിഭാഗത്തിന്റെ വലിയ വിജയമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളിലേക്ക് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നൊരുപക്ഷെ UDF-ലേക്ക് വീണ്ടും പോകണമെന്ന ആവശ്യം ചില ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ സംസ്ഥാന കമ്മിറ്റി, അതായത് 12-12 തോൽക്കുകയും 2 MLA-മാരോ 6% വോട്ടോ ഇല്ലാതെ വരികയിൽ ഈ സംസ്ഥാന പാർട്ടി എന്ന പദവി നഷ്ടമാവും. അങ്ങനെ നഷ്ടപ്പായാൽ 2 ചിഹ്നം, അതായത് അവർ കേസ് നടത്തി വിജയിച്ചെടുത്ത 2 ചിഹ്നം അവർക്ക് നഷ്ടമാവും എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ ചർച്ച ഈ കാര്യങ്ങളിൽ, അതായത് ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ല, തിരിച്ചു വരും എന്ന സ്വാഭാവികമായിട്ടുള്ള സ്ഥിരം മറുപടി ഒരുപക്ഷെ ജോസ് കെ മാണി അതിൽ നിന്ന് തന്നെയായിരിക്കും തുടങ്ങുക. LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന കാര്യം ഒരു ജോസ് കെ മാണി കൃത്യമായി പറയുകയും ചെയ്യുമായിരിക്കും. എന്തായാലും ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും എന്തായാലും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തുടങ്ങുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ വിമർശനങ്ങൾക്കും കടുത്ത ചർച്ചകൾക്കുമൊക്കെ വേദിയാകാൻ എന്തായാലും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തയ്യാറാവുകയാണ്. രാവിലെ 10 മുതൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ആസ്ഥാനമായിട്ടുള്ള കോട്ടയത്തെ ആസ്ഥാന മന്ദിരത്തിൽ ആസ്ഥാനത്ത് വെച്ചുകൊണ്ടാണ് ഈ യോഗം ചേരുന്നത്. ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്. വലിയ തിരിച്ചടികളുടെ കാലമാണ് കേരള കോൺഗ്രസ് എമ്മിന്. അതിനിടയിലാണ് നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നത്. കടുത്ത വിമർശനങ്ങൾക്ക് പോലും സാധ്യതയുണ്ട്. ഈ ഒരു മീറ്റിംഗിന് ശേഷം ജോസ് കെ മാണി, പാർട്ടി ചെയർമാൻ, എന്തു പറയുമെന്നുള്ളതിലും ആകാംക്ഷയുണ്ട്.